ഹലോ ഫ്രണ്ട്സ്. പല വിദേശ രാജ്യങ്ങളിലും വേസ്റ്റ് കളക്ട് ചെയ്യണത് ഇതുപോലെയാണ്. സ്മാർട്ട് ബിൻ കളക്ഷൻ. ഇത് ഓസ്ട്രേലിയയിലാട്ടോ. അതുപോലെ തന്നെ UK അമേരിക്കയിലാണെങ്കിലും ഒക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിമാനം സായിപ്പന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചാണെന്നുള്ളോ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സായിപ്പന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കണ്ടുപിടിച്ച പല സംഭവങ്ങളും നമ്മുടെ പ്രാചീന കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണേ. അതുപോലെ തന്നെയാണ് ഈ വേസ്റ്റ് കളക്ഷന്റെ കാര്യത്തിലും. നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഇവരൊക്കെ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലും ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ആ വാഹനമാണ് ഈ വാഹനം, നമ്മുടെ ട്രെയിൻ. ഇതൊരു ജനറൽ കമ്പാർട്ട്മെന്റിലെയോ ഒരു സ്ലീപ്പർ കോച്ചിലല്ല, ഇത് AC കമ്പാർട്ട്മെന്റിലെ വേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ അടിയിലും ആളുകൾ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. ഇത് ട്രെയിനിന്റെ ഉത്തരവാദിത്തമായിരുന്നു, അല്ലെങ്കിൽ അവർ വേസ്റ്റ് ബിൻ വെക്കേണ്ടതായിരുന്നു ട്രെയിനിൽ ബിൻ വേസ്റ്റ് ഇടാനായിട്ടെന്ന്. ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകണ ആളുകളുണ്ട്. കഷ്ടം തന്നെ. പിന്നെ അടുത്ത വീഡിയോ ഇതാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസർ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വൈറലാവാനായിട്ട് ട്രെയിനിന്റെ ഗ്ലാസ് കഴുകുന്നു, തുടയ്ക്കുന്നു. എന്തൊരു ഉത്തരവാദിത്തം നോക്കിയാലേ. അപ്പോഴും ചിലർ വിചാരിക്കണ്ടോ നല്ലത് ചെയ്യണേനെ ഒന്ന് നല്ലതാന്ന് പറയടോ എന്ന് വിചാരിക്കണ്ടാവും. പക്ഷേ ചേച്ചി ഒരു ടെസ്റ്റ് കാണിക്കും ലാസ്റ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് കാണാം ആ ടെസ്റ്റ് എന്തിട്ടാന്നുള്ളത്. ചേച്ചി ഇപ്പൊ ടെസ്റ്റ് കാണിക്കട്ടോ. കണ്ട നിങ്ങൾ ചേച്ചി കാണിക്കുന്ന ടെസ്റ്റ് കണ്ടില്ലെങ്കിൽ വീണ്ടും കാണിച്ചറാട്ടാ. ആ ടിഷ്യൂം കൂടി ഇട്ടു, ആ കുപ്പിയും കൂടി ചേച്ചി ട്രാക്കിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്ത് റെസ്പോൺസിബിലിറ്റി ചേച്ചി. പിന്നെ എല്ലായിടത്തും ചിരി പടർത്തണ അല്ലെങ്കിൽ സന്തോഷം വാരി വിതറണ ഇതുപോലെ കുറെ ആളുകളുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെ ഒച്ചത്തിൽ പാട്ടും പാടിയും ബാക്കിയുള്ളവരെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്ന ആളുകൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതും സിവിക് സെൻസിന്റെ ഭാഗമല്ലേ? ഇത് നമ്മുടെ കേരളത്തിലാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം കേരളത്തിലാണ്. എല്ലാത്തിനും നോർത്ത് ഇന്ത്യക്കാരെ മാത്രം കുറ്റം പറയുന്ന കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിൽ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇതുപോലുള്ള ചിരി പടർത്തുന്ന കുറെ എണ്ണം ഉണ്ട്. ഇവർ ഈ പാട്ടുപാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തെറ്റാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ.